മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ലക്കിടിയിൽ വെച്ച് സംഘടിപ്പിച്ച ജില്ലാ ക്ഷീരസംഗമത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പാലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കലുമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ലക്കിടിയിൽ വെച്ച് സംഘടിപ്പിച്ച ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ കന്നുകാലികൾക്കായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുന്നതിന് മലപ്പുറത്തെ മൂർക്കനാട് സ്ഥാപിക്കാൻ പോകുന്ന പൗഡർ പ്ലാന്റിന് സാധിക്കും. അധികം വൈകാതെ തന്നെ പ്ലാൻ പ്രവർത്തനക്ഷമമാകുമെന്നും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്നത് പാലക്കാട് ജില്ലയാണെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ ജില്ലയിലെ മികച്ച ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും അനുമോദിച്ചു. ക്ഷീരമേഖലയിലെ വിവിധ പുരസ്കാരങ്ങളായ ക്ഷീരദ്യുതി, ക്ഷീരബന്ധു പുരസ്കാരങ്ങൾ ജേതാക്കൾക്ക് വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അധ്യക്ഷനായി. ജനുവരി 9 മുതൽ 11 വരെ വൈവിധ്യങ്ങളായ പരിപാടികളോടെ വിവിധ വേദികളിലായി നടത്തിയ ക്ഷീരകർഷക സംഗമത്തിൽ 3000-ഓളം ക്ഷീരകർഷകരും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളും പങ്കെടുത്തു. VK ശ്രീകണ്ഠൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് CEO R രാംഗോപാൽ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ JS ജയസുജീഷ്, ഡെപ്യൂട്ടി ഡയറക്ടർ N ബിന്ദു, മിൽമ ചെയർമാൻ KS മണി, കേരള ഫീഡ് ചെയർമാൻ K ശ്രീകുമാർ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ M രാമകൃഷ്ണൻ, പ്രഭാവതി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ക്ഷീരസംഘം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയ ലക്കിടി GSB സ്കൂളിൽ വോളിബോൾ പരിശീലനത്തിന് കോർട്ട് ഒരുങ്ങി. പഴയ ലക്കിടി GSB സ്കൂളിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി വോളിബോൾ പരിശീലനത്തിനുള്ള കോർട്ട് ഒരുക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് K ഫൈസൽ അധ്യക്ഷനായി. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം KV സുഹറ, പ്രധാനാധ്യാപകൻ രമേശ്, PTA വൈസ് പ്രസിഡന്റ് K മുഹമ്മദ് റാഫി, MPTA പ്രസിഡന്റ് റുബീന, മുഹമ്മദ് അനസ്, V മുജീബ്, K പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ ഒരു വർഷം 3694 ടൺ മാലിന്യം നീക്കി ക്ലീൻ കേരള കമ്പനി. ജില്ലയിൽ ക്ലീൻ കേരള കമ്പനി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി ഒരു വർഷത്തിൽ നീക്കിയത് 3694 ടൺ മാലിന്യം. ഇതിൽ 3248 ടൺ നിഷ്ക്രിയ മാലിന്യങ്ങളും 445 ടൺ തരംതിരിച്ച മാലിന്യങ്ങളും ഉൾപ്പെടുന്നു. മാലിന്യ ശേഖരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ഹരിതകർമ്മ കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട ദൈനംദിന മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങളോടൊപ്പം നിരവധി സ്പെഷ്യൽ ഡ്രൈവുകളും പ്രത്യേക ക്യാമ്പയിനുകളും നടത്തിയിരുന്നു. മാലിന്യമുക്തം നവകേരളം 1ാം ഘട്ടം 2ാം ഘട്ടം ക്യാമ്പയിനുകളുമായി ജില്ലയിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും അസിസ്റ്റന്റ് സെക്രട്ടറി VEO തുടങ്ങിയ നിർവഹണ ഉദ്യോഗസ്ഥർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും പ്രത്യേക പരിശീലനങ്ങൾ നൽകി. കൂടാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രത്യേകമായി കാര്യശേഷി വികസന പരിശീലനം, തരംതിരിക്കൽ പരിശീലനം, MCF സുരക്ഷാ പരിശീലനം തുടങ്ങിയവയും നൽകിയിരുന്നു. ക്ലസ്റ്റർ ബ്ലോക്ക് തലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും ഡിവിഷൻ തലത്തിലും ജില്ലാ മാനേജർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, RPOമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ.
മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വയോജനക്ഷേമം പദ്ധതിയുടെ ഭാഗമായി SC വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും 200 പേർ അപേക്ഷിച്ചതിൽ മുഴുവൻ അപേക്ഷകർക്കുമാണ് കട്ടിൽ വിതരണം ചെയ്തത്. ഇതിനായി 8.5 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന SC വിഭാഗം വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് കട്ടിൽ നൽകുമെന്നും ഇതിനായി 10.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജൂലൈ മാസത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം കിട്ടിയത്. ഏതാണ്ട് സാധാരണഗതിയിൽ ഫെബ്രുവരി മാസത്തിൽ കിട്ടാനുള്ള അംഗീകാരം ഇത്തവണ ജൂലൈ മാസത്തിലാണ് 14ാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്താകെ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയത്. ആ പദ്ധതി പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. മാർച്ച് 31-നുള്ളിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതി എന്നുള്ള നിലയിൽ നമ്മളെ SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 200 കുടുംബങ്ങളാണ് അപേക്ഷകരായിട്ടുള്ളത്. ആ 200 കുടുംബങ്ങൾക്കും കട്ടിൽ വിതരണം ഇന്നും നാളെയും പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 25 കുടുംബങ്ങൾക്ക് വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയിൽ SC വിഭാഗത്തിനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. വീട് വാസയോഗ്യമാക്കുക എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ അവരുടെ വീടിൻ്റെ കേടുപാടുകൾ തീർത്ത് ഒരു 10 കൊല്ലത്തിന് പ്രയാസമില്ലാണ്ട് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള വീട് വാസയോഗ്യമാക്കൽ പദ്ധതി ഈ പ്രാവശ്യം SC വിഭാഗത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക. രേഖ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ കുറേ പ്രാവശ്യം നടക്കാതിരിക്കുക, എന്തെല്ലാം രേഖ ഉണ്ടാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത അവർക്ക് വരുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. വാർഡ് മെമ്പർ സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ്, വാർഡ് മെമ്പർമാരായ ജയശ്രീ, സുബ്രഹ്മണ്യൻ, നളിനി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തൃത്താലയെ സമ്പൂർണ്ണ ജലസുരക്ഷാ മണ്ഡലമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. തൃത്താല മണ്ഡലത്തെ സമ്പൂർണ്ണ ജലസുരക്ഷാ മണ്ഡലമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സുസ്ഥിര തൃത്താല പദ്ധതി അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതിയുടെ ഭാഗമായി കാർഷിക കുളങ്ങളുടെ നിർമ്മാണം, കിണർ റീചാർജിംഗ്, മഴവെള്ള സംഭരണം, നീർച്ചാലുകളുടെ പുനരുദ്ധാരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ 1 ലക്ഷം തെങ്ങിൻ തൈകൾ നട്ടു. 48 കിണർ റീചാർജിംഗ് പൂർത്തിയായി. മണ്ഡലത്തിലെ ജല ബഡ്ജറ്റ് ഈ മാസം പ്രകാശനം ചെയ്യും. മാലിന്യമുക്ത തൃത്താല പദ്ധതിയുടെ ഭാഗമായി യൂസർ ഫീ കളക്ഷൻ ഊർജിതമാക്കാൻ തീരുമാനമായി. മാലിന്യ ശേഖരണത്തിന് ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 17 മുതൽ സ്പെഷ്യൽ ഡ്രൈവ്, സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹകരണത്തോടെ മണ്ഡലത്തിലെ കാവുകൾ പുനരുദ്ധീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, ഉൾനാടൻ മത്സ്യകൃഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. മണ്ഡലത്തിലെ 8 നീർത്തടങ്ങൾ തരിശുരഹിതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. യോഗത്തിൽ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി 8 സൂക്ഷ്മ നീർത്തടങ്ങളിൽ വിവിധ വകുപ്പുകളുടെ സംയോജന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന DPR പ്രകാശനം മന്ത്രി നിർവഹിച്ചു. യോഗത്തിൽ MGR NRGS മിഷൻ ഡയറക്ടർ A നിസാമുദ്ദീൻ, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സൈതലവി, LSGD ജോയിന്റ് ഡയറക്ടർ രവിരാജ്, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു, MGN NRGS ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ KP വേലായുധൻ, ജില്ലാ ഭൂഗർഭജല ഓഫീസർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ശില്പ നിർമ്മാണ കലയിലെ പാരമ്പര്യവുമായി ശില്പി വേലായുധൻ. നിർമ്മാണ കലയിലെ പാരമ്പര്യ വഴിയിലൂടെയാണ് വേലായുധനും 2 മക്കളും അടങ്ങുന്ന ശില്പി കുടുംബം സഞ്ചരിക്കുന്നത്.
കൂനത്തറയിലെ ഇവരുടെ ശില്പാലയത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ശില്പരൂപങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. ക്ഷേത്ര നിർമ്മാണത്തിലും കല്ലിലെ കൊത്തുപണികളിലും പേരുകേട്ട കുടുംബമാണ് കൂനത്തറ ചെറുകണ്ടത്ത് വേലായുധന്റെ കുടുംബം. വേലായുധനും 2 മക്കളുമാണ് ശില്പനിർമ്മാണ രംഗത്ത് ഇവരുടേതായ അടയാളപ്പെടുത്തലുകളുമായി മുന്നോട്ടു പോകുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ കാടാമ്പുഴ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്ര ശ്രീകോവിലുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ കുടുംബമാണ് ചെയ്തത്. പേരുകേട്ട പല ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളും ഇവരുടെ ശില്പാലയത്തിൽ നിർമ്മിച്ചെടുത്തതാണ്. 12ാം വയസ്സിൽ ഗുരുവായ ശംഖുമൂപ്പരിൽ നിന്നാണ് വേലായുധൻ കൊത്തുപണിയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. കൽപ്പണിക്കാരനായ പിതാവ് വേലുമൂപ്പരുടെ പാരമ്പര്യ വഴിയിലൂടെയാണ് വേലായുധൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആദ്യകാലങ്ങളിൽ വീട് നിർമ്മാണം പോലെയുള്ള നാടൻ പണികളിൽ കൽപ്പണിക്കാരനായാണ് വേലായുധൻ പോയിരുന്നത്. പിന്നീട് സ്വതസിദ്ധമായ കഴിവുകൊണ്ട് ശില്പനിർമ്മാണ മേഖലയിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നെ കല്ല് കിട്ടേണ്ട ക്ഷാമം ഭയങ്കരമാണ്. കാരണം കല്ല് പോകുന്നവർക്ക് വണ്ടി പോകുന്നവർക്ക് കല്ല് കിട്ടില്ല, അങ്ങോട്ട് വണ്ടി പോകില്ല. അപ്പൊ എല്ലാം വീടും സ്ഥലങ്ങളൊക്കെ വളർത്തി റബ്ബറും കാര്യങ്ങളും അത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് വിടില്ല. അപ്പൊ കല്ലും കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ അധികം ഒന്നും മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ കാണാനില്ല. അങ്ങനെയാണ് പണികൾ. മക്കളായ സുരേഷ് കുമാർ, രാജേഷ് എന്നിവരെയും വേലായുധൻ ഈ മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ഇവരുടെ കീഴിൽ 9ഓളം ജീവനക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കൂനത്തറയിലെ ഇവരുടെ ശില്പാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. മണ്ണിനടിയിൽ നിന്നും കിട്ടുന്ന നീലവർണ്ണത്തിലുള്ള കൃഷ്ണശില കല്ലിലാണ് വിഗ്രഹങ്ങളും രൂപങ്ങളും കൊത്തിയെടുക്കുന്നത്. തൃശൂർ ജില്ലയിലെ പയങ്കുളം, പള്ളം എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും ആവശ്യമായ കല്ലുകൾ എടുക്കുക. വലിയ കല്ലുകൾ ശില്പാലയത്തിൽ എത്തിച്ച് പേണുപയോഗിച്ച് പൊട്ടിക്കും. കല്ലിനെ ശില്പത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് പൊട്ടിച്ച് പാകമാക്കിയ ശേഷം പത്മപീഠം പണിത് തുടങ്ങും. പിന്നീട് മുഖവും ഉടലും കൊത്തിയെടുക്കും. കൊത്തിയെടുത്ത് ഭംഗിയാക്കിയ വിഗ്രഹങ്ങളിൽ എണ്ണയിട്ട് മിനുക്കിയ ശേഷമാണ് ആവശ്യക്കാർക്ക് കൈമാറുക. ഒറ്റക്കല്ലിലാണ് വിഗ്രഹങ്ങൾ കൊത്തുക. ഏറ്റവും ചെറിയ വിഗ്രഹം നിർമ്മിക്കാൻ ചുരുങ്ങിയത് 2 മാസമെങ്കിലും സമയമെടുക്കും. മിനുക്കുപണികൾക്കായി പുതിയ കാലത്ത് മെഷീനുകൾ വന്നതോടെ പണിയിൽ അല്പം ആശ്വാസമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കല്ലുകൾക്ക് ക്ഷാമം നേരിടുന്നതും പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരാത്തതും ഈ മേഖലയുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാകുന്നുണ്ടെന്ന ആശങ്കയാണ് ശില്പി വേലായുധന് പങ്കുവെക്കാനുള്ളത്. അപ്പോ മക്കളും 2 ആളുണ്ട്. ഒന്ന് സുരേഷ്, ഒന്ന് രാജേഷ്. അവരായിട്ടും ആണ് ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. പിന്നെ ഒരാളും പുറത്തെ കുട്ടികളൊന്നും ഇതിന് പണിക്ക് ഇറങ്ങണില്ല. അവർക്ക് ഇതിനോട് താല്പര്യമില്ല. അവർക്ക് ഇപ്പൊ കമ്പനി പണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിയാൽ മതി ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫീൽഡിൽ വരുന്നില്ല. അജയ് വിജയൻ, AC ന്യൂസ്, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി. മാർച്ചിന്റെ ഔപചാരിക ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ ഷൊർണൂർ വിജയൻ നിർവഹിച്ചു. തെളിവില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആ പ്രസ്ഥാനം ശൂന്യതയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ പേജുകളിൽ എവിടെയെങ്കിലും RSSകാരുടെയോ ഒരു ജനസംഘക്കാരുടെയോ പേരെഴുതി വെക്കാൻ കഴിയാതെ പോയത് എന്നുള്ള സത്യം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ നിരവധി കോൺഗ്രസ് നേതാക്കൾ, നെഹ്റു അടക്കം ഗാന്ധിജി അടക്കം മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുള്ള ആ ചരിത്രം ഇറങ്ങിക്കിടക്കുന്ന ഇന്ത്യയിൽ ആ കോൺഗ്രസിന്റെ സന്നദ്ധ നേതാവായിരുന്ന സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിച്ച ഒരു വിവരദോഷിയാണ് മോദി. കാരണം സർദാർ വല്ലഭായി പട്ടേൽ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഗുജറാത്തിൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ആ പട്ടേൽ എന്ന സമുദായാംഗങ്ങളെ സോപ്പിടാൻ, അവരുടെ വോട്ടുകൾ കിട്ടാൻ, പട്ടേൽ സമുദായത്തിന് ഉയർത്തിക്കാണിക്കാൻ എന്ത് ചെയ്യുമെന്ന് മോദി തലകുത്തി പറഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും BJPക്കാരനായ RSSകാരനായ ഒരു പട്ടേലിനെ കണ്ടുപിടിക്കില്ല. അവസാന ഗതികെട്ട് കോൺഗ്രസിന്റെ നേതാവായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കോടിക്കണക്കിന് പ്രതിമ സ്ഥാപിച്ച് അവരുടെ പട്ടേൽ സമുദായത്തിന്റെ വോട്ടുകൾ തട്ടുന്ന രാഷ്ട്രീയ നാടകമാണ് ഈ മോദി നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ.
ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പെൻഷനേഴ്സ് യൂണിയൻ സമ്മേളനം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം വെസ്റ്റ് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം കണ്ണിയമ്പുറം UP സ്കൂളിൽ വെച്ച് നടന്നു. യൂണിയന്റെ 31ാം ബ്ലോക്ക് വാർഷിക സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തിയത്. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ തൃക്കങ്ങോട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് M അമൃതവല്ലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. അതനുസരിച്ച് ഈ വിഷയവും അതേപോലെ തന്നെ നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളല്ല ഗവൺമെൻറ്റിൻ്റെ ചില സ്ഥാപനങ്ങൾ, ഇപ്പോൾ കാർഷിക സർവകലാശാല, അതേപോലെ തന്നെ വെറ്റിനറി സർവകലാശാല, കേരള കലാമണ്ഡലം, ലൈബ്രറി കൗൺസിൽ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ പെൻഷൻ പരിഷ്കരണം തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പെൻഷൻ പരിഷ്കരിച്ച് അവർക്കതിൻ്റെ ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനയിലുള്ള ഈ സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തവർ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ പെൻഷൻ പരിഷ്കരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തി. നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ 3 സ്ഥലങ്ങളിൽ ഇതനുസരിച്ചുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി. പട്ടാമ്പി വെച്ച് നടത്തി, മണ്ണാർക്കാട് വെച്ച് നടത്തി, അതേപോലെ തന്നെ പാലക്കാട് വെച്ച് നടത്തി. ചില നഗരസഭകളടക്കം പെൻഷൻ പരിഷ്കരണം പ്രാവർത്തികമാക്കാത്ത നഗരസഭകളുണ്ട്. അപ്പോൾ പാലക്കാട് നഗരസഭയിൽ പെൻഷൻ പരിഷ്കരിച്ച് കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ അതിനൊക്കെ പാലക്കാട് നഗരസഭയ്ക്ക് മുമ്പിൽ നമ്മൾ പ്രക്ഷോഭം നടത്തി. അപ്പോൾ ഇതിനൊക്കെ വലിയൊരു ബലം നമുക്ക് ലഭിച്ചു. വെറ്റിനറി സർവകലാശാല, അതേപോലെ തന്നെ കാർഷിക സർവകലാശാലയിൽ നിന്ന് റിട്ടയർ ചെയ്തവർ, നഗരസഭയിൽ നിന്ന് റിട്ടയർ വിവിധ നഗരസഭകളിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്ക്, അതേപോലെ ലൈബ്രറി കൗൺസിലിൽ ഇവരുടെയൊക്കെ പെൻഷൻ പരിഷ്കരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും പലർക്കും പെൻഷൻ പരിഷ്കരിച്ച് കിട്ടുകയും ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് K സുന്ദരേശൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സരസ്വതി വാർഷിക ബജറ്റും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് NP കോമളം, ബ്ലോക്ക് ട്രഷറർ T രാധാകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയിൽ അവശേഷിക്കുന്ന 2 ഗഡുക്കളും 2019-20 അനുവദിച്ച ക്ഷാമാശ്വാസ ഗഡുക്കളുടെ കുടിശ്ശികയായും 2021-22 4 ക്ഷാമാശ്വാസ ഗഡുക്കളും പ്രായമേറിയ പെൻഷൻകാർക്ക് അധിക പെൻഷനും ഉടൻ അനുവദിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സംരംഭകത്വവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ഒരു സംരംഭം അല്ലെങ്കിൽ സ്വയം തൊഴിൽ തുടങ്ങാൻ ആവശ്യമായ ലോൺ, സബ്സിഡി, പ്രധാനമായും ലഭിക്കേണ്ട ലൈസൻസ്, ക്ലിയറൻസ് എന്നിവയെ സംബന്ധിച്ച് സംരംഭകരെ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഹോം വർക്ക് സംവിധാനത്തിലേക്ക് IT മേഖല എന്ന നിലയിൽ അമേരിക്കൻ കമ്പനിയുടെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് അയാളുടെ വീട്ടിലുള്ള നെറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി ആ പ്രൊജക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് മുമ്പുണ്ടാകുന്നതിൽ ഒരു മാറ്റമാണ്. അപ്പൊ ഈ മാറ്റം കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഈ മാറ്റം ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു പ്രഖ്യാപനമാണ്. ഗവൺമെന്റ് പ്രഖ്യാപനം നടന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഈ മാർച്ച് 31 ഈ കേരളത്തിൽ ചെറുതും വലുതായി സംരംഭകരെ കണ്ടെത്തി 1 ലക്ഷം സംരംഭം ആരംഭിക്കുന്ന ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ലക്ഷം വരെയാണ് ചർച്ച ചെയ്തത്. പക്ഷെ 1.5 ലക്ഷം പ്രഖ്യാപിച്ചിട്ട് എനിക്ക് എത്തിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ
കണ്ടെത്തി അത് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് ഈ 20 ലക്ഷം തൊഴിൽ എന്ന പ്രകടനപത്രികയിൽ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഒരു നടപടി സ്വീകരിച്ചത്. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ആ ഒരു നടപടിയിൽ നിന്ന് മാത്രമല്ല, ഗവൺമെന്റ് ആദ്യം ചെയ്തത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വ്യവസായ വകുപ്പിൽ നിന്ന് നേരിട്ട് ശമ്പളം കൊടുത്തു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തിക സൃഷ്ടിക്കാറുണ്ട്. ആ തസ്തികയിൽ വരുന്നതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനം തന്നെ ശമ്പളം കൊടുക്കാൻ ഉത്തരവായിട്ട് പറയാറുണ്ട്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അവർ ഉറപ്പാക്കണം പറഞ്ഞിട്ട് ഉത്തരവ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് ശമ്പളം കൊടുക്കുക, മറിച്ച് വ്യവസായ വകുപ്പ് ചെയ്തതല്ല. നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും MBA കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ BTech കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഓരോ ഇന്റേണുകളായി നിയമിച്ചു ഗ്രാമപഞ്ചായത്തുകൾ. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P കനകരാജൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിൽ ട്രെയിനർ അശോക് P ദാസും സംരംഭകർക്കുള്ള വിവിധ സർക്കാർ സബ്സിഡി സ്കീമുകളെ കുറിച്ച് ഒറ്റപ്പാലം വ്യവസായ വികസന ഓഫീസർ നൌഫലും ക്ലാസുകൾ നയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.